ഫ്രണ്ട്സ്, 26 വയസ്സുള്ള അന്നയുടെ ജീവൻ എടുത്തത് ജോലിയോടുള്ള അമിത വിശ്വാസവും താല്പര്യവുമാണ്. പൂനെയിലെ പ്രശസ്ത കമ്പനിയായ ഇന്ത്യയിലെ തന്നെ 4ാമത്തെ കമ്പനിയായ EY ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു അന്ന. ജോലിയിൽ പ്രവേശിക്കുന്നത് മാർച്ചിലാണ്. അന്നു മുതൽ കടുത്ത സ്ട്രെസ്സായിരുന്നു അന്നയ്ക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. പല സമയങ്ങളിലും, അതായത് ഷെഡ്യൂൾ ചെയ്ത ജോലിക്ക് പുറമെ വീട്ടിൽ വന്നാലും മറ്റു ജോലികൾ കൊടുക്കും. അപ്പോൾ രാത്രിയൊക്കെ ഉറക്കമില്ലാണ്ട് ജോലി ചെയ്യണം, സമയം ചോദിച്ചാൽ സമയം കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നയ്ക്ക് ആ കമ്പനിയിൽ നിന്ന് നേരിട്ടിരുന്നു. തികച്ചും മനുഷ്യരഹിതമല്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു കമ്പനിയിൽ നിന്ന് അന്നയ്ക്ക് നേരിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അന്നയുടെ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും എല്ലാം കണ്ട് വീട്ടുകാർ തന്നെ അന്നയോട് ജോലി റിസൈൻ ചെയ്യാൻ പറയുന്നു. പക്ഷെ തൻ്റെ മുന്നോട്ടുള്ള കരിയറും ജോലിയോടുള്ള വിശ്വാസവും താല്പര്യവും എല്ലാം കൊണ്ട് അന്ന അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. ആദ്യമായി കിട്ടിയ ജോലിയാണ്. അപ്പോൾ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത്, മുന്നോട്ടുള്ള ഭാവിയെ ഓർത്ത് അന്ന റിസൈൻ ചെയ്യാൻ തയ്യാറായില്ല. അതുമാത്രമല്ല, അന്നയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റാൾക്കാരും പറയുന്നു, അന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടീം ലീഡറുടെ കൂടെ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്, അന്ന എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ അവർ തമാശ രൂപേണ ചോദിക്കാറുണ്ട്. ഇതെല്ലാം അന്ന വീട്ടിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അന്ന വീട്ടിൽ വരുന്നതിന് വളരെ വൈകിയാണ്. ജോലി സമയം കഴിഞ്ഞിട്ടും എക്സ്ട്രാ ജോലി ഉണ്ടാവും, അവിടെ ഇരിക്കും. അതിനുശേഷം വീട്ടിൽ വന്നാൽ തന്നെ അന്നയ്ക്ക് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അത്രമാത്രം ക്ഷീണിച്ച് ആണ് അന്ന വരുന്നത്. നേരെ ബെഡിലേക്ക് പോകും. അങ്ങനെ ഉറക്കമില്ലായ്മയും എല്ലാം കൊണ്ട് അന്നയുടെ മനസ്സും ശരീരവും ആകെ തളർന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം അന്നയ്ക്ക് നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ ECG എടുത്തു. ECGയിൽ മറ്റ് വേരിയേഷൻസ് ഒന്നും തന്നെയില്ല. പക്ഷെ ഡോക്ടർ പറയുന്നു, ഉറക്കമില്ലായ്മയും കറക്റ്റ് സമയത്തുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുമുള്ള അസുഖമാണ്, ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ ഒരു അറിയിപ്പും കൊടുത്തു. അതിനുശേഷം കഴിഞ്ഞ ജൂലൈ 20 അന്ന മരിച്ചു. ഈ മരണത്തിന് ശേഷം EY കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും അന്നയുടെ സംസ്കാരത്തിൽ പങ്കെടുത്തില്ല എന്നത് വളരെയധികം വിഷമം തന്നു എന്ന് അന്നയുടെ അമ്മയായ ആനി അഗസ്റ്റിൻ പറയുന്നു. അത് മാത്രമല്ല, അന്നയ്ക്ക് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ അനുഭവപ്പെട്ട മാനസികമായ പീഡനങ്ങളും സ്ട്രെസ്സും ഇതെല്ലാം കാണിച്ചുകൊണ്ട് അന്നയുടെ അമ്മ കമ്പനിയുടെ ഹെഡായ മിസ്റ്റർ രാജീവിന് ഒരു ഇമെയിൽ അയക്കുന്നു. അതിലെല്ലാം വിശദീകരിക്കുന്നു, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയാണ് എൻ്റെ മകളുടെ അവസാന ശ്വാസം വരെ കളഞ്ഞത്. അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അന്നയ്ക്ക് എന്ത് കിട്ടി? കമ്പനിയിൽ നിന്നൊന്നും സംസ്കാരത്തിന് പോലും ആരും എത്തിയില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവനേക്കാൾ വലുതല്ല മക്കളെ ഒരു ജോലി. കാര്യം ശരിയാണ്. നമ്മൾ ആദ്യമായി ഒരു കമ്പനിയിൽ കയറുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണം, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പല ആൾക്കാരും ഇതുപോലെ ഒരുപാട് സഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കൊരു ടൈം ഉണ്ടാവും. ഏതൊരു ഓഫീസിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്കൊരു ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടിയൊക്കെ നമ്മൾ നിന്ന് വരാം. അതിനപ്പുറം ഒരുപാട് സ്ട്രെസ് ഒന്നും തലയിൽ വെക്കേണ്ട. ഇത് ജോലി കഴിഞ്ഞ് വന്നാൽ ഷെഡ്യൂൾ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലാണ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ 6 മണി വരെ ഡ്യൂട്ടിയൊക്കെ ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും വീട്ടിൽ വരുന്നത്. അതിനുശേഷം വീണ്ടും ആ ലീഡർ വിളിച്ചിട്ട് അടുത്ത വർക്ക് കൊടുത്ത് രാവിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉറക്കമില്ലാതെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉറക്കവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ഇത്ര സ്ട്രെസ്സായിട്ട് വർക്ക് ചെയ്തിട്ട് അന്നയുടെ എന്തെങ്കിലും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അന്നയ്ക്ക് കഴിഞ്ഞു. 26 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിയിൽ നിന്ന് പോയ യുവതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുക, ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ജോലി കിട്ടും. പക്ഷെ നിങ്ങളുടെ ജീവനേക്കാൾ വലുത്, നിങ്ങളുടെ മാതാപിതാക്കളുടെ വിഷമത്തേക്കാൾ വലുതല്ല ഒന്നും. ഇന്നിപ്പോൾ അന്നയുടെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. 2000 മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ. അവരുടെ വിഷമം നികത്താൻ ഈ കമ്പനിക്ക് കഴിയുമോ? ആർക്കും കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞ് യാത്രയായ അന്നയ്ക്ക് വേണ്ടി ആത്മാവിനെ ശാന്തി കിട്ടട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി ഇതുപോലെ സ്ട്രെസ്സിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ ജോലി വേണ്ട എന്ന് വെക്കുക. നമുക്ക് ഇഷ്ടംമാതിരി ജോലികൾ കിട്ടും, ഒരുപാട് ജോലികൾ കിട്ടും. അങ്ങനെ സ്ട്രെസ്സായിട്ട് ഒരിക്കലും ഒരു ജോലിയും ചെയ്യണ്ട. നമുക്കൊരു ഡ്യൂട്ടി ടൈം ഉണ്ട്, ആ ടൈം കഴിഞ്ഞാൽ വീട്ടിൽ പോരുക. അതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.